നമ്മളോട് ചെറുപ്പത്തിൽ എങ്ങനെ ഭക്ഷണം കഴിക്കാനാണ് പറഞ്ഞിരുന്നത്? അരി ആഹാരം കൂടുതലും ഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറവും കഴിക്കാൻ അല്ലേ? നമ്മുടെ പ്ലേറ്റ് സെർവിംഗ് എങ്ങനെയായിരുന്നു? എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരു പാത്രം എടുത്താൽ ഭൂരിഭാഗവും അരി ഭക്ഷണം അല്ലെങ്കിൽ ചോറായിരുന്നു കൂടുതൽ. അതിന്റെ സൈഡിൽ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും നോൺ വെജ് ഉണ്ടാവും. തൊട്ടടുത്ത് ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വെജിറ്റബിൾ ഉണ്ടാവും. ഇതായിരുന്നു നമ്മുടെ പാരന്റ്സ് അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പത്തിലെ കണ്ടിരുന്ന ഹെൽത്തി വേ ഓഫ് ഈറ്റിംഗ്. ഇതിന് നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ് കംസ് ഫ്രം ഹിയർ. ദിസ് ഈസ് ദ ഫുഡ് പിരമിഡ് ബൈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ. ഇതനുസരിച്ചാണ് നമ്മളെ കൺസൾട്ട് ചെയ്തിരുന്ന ഡോക്ടർമാർ പോലും കാർബോഹൈഡ്രേറ്റ്സ് അധികമാക്കി ഫാറ്റ്സ് കുറച്ചുള്ള ഭക്ഷണം നമ്മളിൽ അടിച്ചേൽപ്പിച്ചത്. ഇതുമൂലം എന്തായിരുന്നു റിസൾട്ട്? എല്ലാവരും ഒബീസായി ആൻഡ് ടൈപ്പ് 2 ഡയബറ്റീസ് അല്ലെങ്കിൽ ഷുഗർ എന്ന് വിളിക്കുന്ന അസുഖം വളരെയധികം ഉയർന്നു. ഇത് മനസ്സിലാക്കാൻ കാണുന്ന എല്ലാവർക്കും അബ്ഡോമൻ വലുതായിരിക്കും. ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ വി എയ്റ്റ് ലോട്ട്സ് ഓഫ് ഗ്രെയിൻസ്. പക്ഷേ ഇതാണ് റീസെന്റ് ഇറങ്ങിയ USDA അപ്രൂവ്ഡ് ഫുഡ് ചാർട്ട്. ആൻഡ് ലുക്ക് അറ്റ് ദിസ്. ഇതിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് പ്രോട്ടീൻസ്, ഹെൽത്തി ഫാറ്റ്സ്, ദെൻ കം വെജിറ്റബിൾ ആൻഡ് അറ്റ് ദ ലാസ്റ്റ് there comes carbohydrates. ഫാറ്റ് അധികം കഴിക്കരുത്, കൊളസ്ട്രോൾ കൂടും എന്ന് പറയുന്ന പാരന്റ്സിനോട് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഫാറ്റ് ആയിരുന്നില്ല ഒരിക്കലും വില്ലൻ. ഇറ്റ് വാസ് പ്രോസസ്ഡ് കാർബ്സ് ആൻഡ് ഷുഗർ.